കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഓഫീസിന് മുന്നിലേക്കുള്ള മാർച്ചാണ്. അല്പസമയം മുമ്പ് നെന്മാറ പാർക്ക് ഗ്രൗണ്ടിൽ നിന്നും ഇതാ ഈ വഴിത്താരകളുടെ കടന്നു വരികയാണ്. അധികാരികളെ ഓർക്കുക നിങ്ങൾ. പിണറായിയുടെ സർക്കാരെ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച പാപുറത്ത് ആരാണിവിടെ പിണറായി? എവനാണിവിടെ പിണറായി? നാട് ഭരിക്കാൻ അറിയാത്തവനെ പിണറായി. എവനാണിവിടെ പിണറായി? നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച പുറത്തു പോണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF ജില്ലാ കമ്മിറ്റി നെന്മാറ DFO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. 1972 നടപ്പിലാക്കിയ വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തി കർഷകർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയും വന്യജീവി സംഘർഷങ്ങളിൽ നിന്നും മലയോര കർഷകരെ രക്ഷിക്കാനുള്ള നടപടി സർക്കാരുകൾ സ്വീകരിക്കുകയും വേണം. ഒരു രാവും പകലും വഖഫ് ബില്ല് സഭയിലിട്ട് പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിനായെങ്കിൽ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്ത് നൽകാൻ കഴിയാത്തതെന്തെന്ന് വ്യക്തമാക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. മനുഷ്യനെ വന്യമൃഗങ്ങൾ നാട്ടിൽ വന്ന് ആക്രമിക്കുന്നു. അതാണ് 72 അല്ല 2025 എന്ന് പറയാൻ കാരണം. 972 കൊണ്ടുവന്ന ഒരു നിയമം അത് അന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നുവെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇപ്പൊ തന്നെ പല വന്യമൃഗങ്ങളും നഗരങ്ങളിലേക്ക് കടന്നു വരിക. ഇപ്പൊ 2 ദിവസം മുമ്പാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമിച്ച് അമ്മയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു മകൻ മരണപ്പെട്ടു. കേരളത്തിന്റെ പല ഭാഗത്തും വന്യമൃഗങ്ങൾ നടുറോട്ടിലേക്ക് ഇറങ്ങി വരിക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ചാലക്കുടി നഗരം എന്ന് പറഞ്ഞാൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിയാണ്. ആ ചാലക്കുടി ടൗണിൽ കഴിഞ്ഞ ദിവസം ഒരു പുലി വന്നിഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നാളെ ചാലക്കുടിനെ വനപ്രദേശമാക്കാൻ പറ്റും? മുനിസിപ്പാലിറ്റി ആയിട്ട് കാലങ്ങളായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷക ദ്രോഹ നടപടിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പൊള്ളുന്ന ചൂടിലും DFO ഓഫീസ് മാർച്ചിലേക്ക് സ്ത്രീകളടക്കമുള്ള ആളുകളുടെ വലിയ പങ്കാളിത്തം കാണാനാകുന്നതെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഈ യാത്ര വിജയിപ്പിച്ച എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ, ഈ പൊരി വെയിലത്ത് പങ്കെടുത്തുകൊണ്ട് ഇതിവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് വേണ്ടി വന്നത് പന്തല് കെട്ടാനുള്ള അനുവാദം പോലും പോലീസ് തന്നു. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു കൊല്ലം കൂടെ വെയിലത്തിരുന്നാൽ മതിയല്ലോ, ഒരു കൊല്ലം ഞങ്ങളങ്ങ് സഹിച്ചോളാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഒരു നാളെ കണക്ക് പറയേണ്ടി വരുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വനനിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക, വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കുക, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF മാർച്ച്. ഒരിടത്ത് പോലും വന്യജീവി നിയമം ഭേദഗതി ചെയ്യാനുള്ള അത് ഞാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഒരു വാക്ക് ഇന്ന് വരെ പറഞ്ഞു. അതിന്റെ കാരണം എന്താ? അവരുടെ വോട്ട് കിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. നിങ്ങൾ പറയുന്ന മുനമ്പത്തെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. എല്ലാവരും മുനമ്പത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. നിങ്ങളിവിടെ മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് വോട്ടുണ്ടാക്കാൻ നോക്കുക. അത് തന്നെയാണ് BJP നോക്കുന്നത്, അത് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നോക്കുന്നത്. രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം ഇപ്പോഴത്തെ അവസ്ഥ, വന്യമൃഗങ്ങൾ ജനങ്ങളെ കൊന്നാലും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക, അതാണ് നരേന്ദ്രമോദിയുടെയും പിണറായിയുടെയും നയം. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയും. UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം അധ്യക്ഷനായി. മുൻ MLA മാരായ കളത്തിൽ അബ്ദുള്ള, KA ചന്ദ്രൻ, CMB അസിസ്റ്റന്റ് സെക്രട്ടറി CN വിജയകൃഷ്ണൻ, KPCC സെക്രട്ടറിമാരായ KA തുളസി, C ചന്ദ്രൻ, നെന്മാറ UDF കൺവീനർ മുഹമ്മദ് ഇക്ബാൽ, വിവിധ കക്ഷി നേതാക്കളായ NV സാബു, V അനിൽകുമാർ, P കലാധരൻ, TM ചന്ദ്രൻ, സുരേഷ്,
വേലായുധൻ, MA സുൽത്താൻ, K ശിവാനന്ദൻ, മോഹൻ കാട്ടാശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. UDF ജില്ലാ കൺവീനർ P ബാലഗോപാൽ സ്വാഗതവും UDF ചെയർമാൻ KR പത്മകുമാർ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.